നമസ്കാരം. ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലിറങ്ങി കൊന്ന കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഹരികുമാറും ശ്രീധുവും നിഗൂഢമായ മനസ്സുള്ളവര് എന്നാണ് പോലീസ് പറയുന്നത്. തൊട്ടടുത്തുള്ള മുറികളിൽ കഴിയുമ്പോഴും വാട്സാപ്പ് വീഡിയോ കോളുകൾ വിളിച്ചു. ശ്രീധു മതപഠന ക്ലാസുകൾ എടുത്തിരുന്നു. ആലപ്പുഴയിലെ ഒരു പൂജാരിയുടെ സഹായിയായിരുന്നു ഹരികുമാർ. ഈ പൂജാരിയെ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഹരികുമാർ പല സ്ത്രീ പ്രശ്നങ്ങളിൽ കുരുങ്ങിയപ്പോൾ രക്ഷിച്ചു എന്നാണ് ശ്രീധു പോലീസിന് നൽകിയ മൊഴി. അതിനുശേഷമാണ് തന്നോട് അതിക്രമം കാണിച്ച് തുടങ്ങിയത് എന്നും ശ്രീധു പറയുന്നു. സുഹൃത്തായ കരിക്കകം സ്വദേശി 30 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നും ശ്രീധു പോലീസിനോട് പറഞ്ഞു. വീട് വാങ്ങാൻ കൈമാറിയ പണമാണ് തട്ടിയെടുത്തത് എന്നാണ് മൊഴി. അതേസമയം സംഭവത്തിൽ അറസ്റ്റിലായ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറിനെ കോടതിയിൽ ഹാജരാക്കുകയാണ്. ഹരികുമാർ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഭക്ഷണം കഴിക്കുകയോ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയോ ചെയ്യുന്നില്ല. നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തൂ എന്നാണ് പോലീസിനോട് ഹരികുമാറിന്റെ മറുപടി. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് ആലോചിക്കുന്നത്. കുഞ്ഞിന്റെ മാതാപിതാക്കളായ ശ്രീധുവിനെയും ശ്രീജിത്തിനെയും പോലീസ് വീണ്ടും ചോദ്യം ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് ശേഷം ശ്രീധുവിനെ പൂജപ്പുരയിലെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയിരുന്നു. ശ്രീധുവിനെ ഏറ്റെടുക്കാൻ ഒരാളും വരാതിരുന്നതോടെയാണ് ഇത്തരത്തിൽ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയത്. ഇതിലൂടെ തന്നെ പോലീസിന്റെ അന്വേഷണം അവിടേക്കും നീളുകയാണ്. ശ്രീധുവിന് പിന്നിൽ ഉള്ള ദുരൂഹത, എന്തുകൊണ്ട് ശ്രീധുവിനെ ആരും സപ്പോർട്ട് ചെയ്യാൻ എത്തുന്നില്ല, ഇതെല്ലാം പോലീസ് വിശദമായി അന്വേഷിക്കും. ഹരികുമാറിന്റെ അമ്മയുടെയും മൂത്ത കുട്ടിയുടെയും മൊഴിയും പോലീസ് ശേഖരിക്കുന്നുണ്ട്. മൂത്ത കുട്ടിയെയും ഹരികുമാർ പല പ്രാവശ്യം ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ 8 മണിയോടെയാണ് ശ്രീജിത്ത് ദമ്പതികളുടെ ഇളയ മകളായ 2 വയസ്സുകാരി ദേവേന്ദുവിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കിട്ടിയത്. അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും ഒപ്പം രാത്രി ഉറങ്ങാൻ കിടന്ന ദേവേന്ദുവിനെ കാണാനില്ല എന്നായിരുന്നു ആദ്യ വിവരങ്ങൾ. ഫയർഫോഴ്സാണ് കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് പുറത്തെടുത്തത്. തുടക്കം മുതൽ തന്നെ കൊലപാതകമെന്ന സംശയത്തിൽ ഉറച്ചാണ് പോലീസ് നീങ്ങിയത്. പ്രാഥമിക മൊഴികളിൽ പൊരുത്തക്കേടുകൾ നിറഞ്ഞതോടെയാണ് അമ്മയെയും അച്ഛനെയും മുത്തശ്ശി ശ്രീകലയെയും അമ്മയുടെ സഹോദരൻ ഹരികുമാറിനെയും കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിൽ അമ്മാവൻ ഹരികുമാർ പോലീസിനെ വട്ടം കറക്കുകയായിരുന്നു. അന്വേഷിച്ച് കണ്ടുപിടിക്കൂ എന്നായിരുന്നു ഓരോ ചോദ്യങ്ങൾക്കുമുള്ള ഹരികുമാറിന്റെ ഉത്തരം. ശ്രീധുവും ഹരികുമാറും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റ് അടക്കം ശേഖരിച്ചുള്ള പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അതിനുശേഷമായിരുന്നു കുറ്റസമ്മതം നടന്നത്. തൽക്കാലത്തേക്ക് വിട്ടയച്ചു എങ്കിലും ശ്രീധുവും സംശയ നിഴലിലാണ്.